പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവന് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് മാത്രമേ അല്ലാഹുവിൻ്റെ സന്നിധിയിലേക്ക് മടക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ അന്തിമ നിമിഷങ്ങളെ സംബന്ധിച്ച് മരണത്തെപ്പറ്റി ഓർക്കുകയും അതടിസ്ഥാനത്തിൽ ജീവിതത്തിലെ ഓരോ കൽവപ്പുകളും സൂക്ഷ്മതയോടെ നടത്തണം എന്നും പ്രത്യേകമായി ഉണർത്തുകയും പരിശുദ്ധ റമദാനിൻ്റെ വളരെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ റമദാൻ മാസം കടന്നു വരികയും എന്നിട്ട് തൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുപ്പിക്കുകയും ചെയ്യാൻ സാധിക്കാതെ ജീവിക്കുന്ന മനുഷ്യന് മഹാനാശം തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ റമദാൻ നമ്മോട് വിട പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഇന്നലകളിലെ എല്ലാ പാപങ്ങളും കഴുകി വിശുദ്ധരായി ഈ റമദാനിനോട് വിട പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ ജീവിതം നാം ശരിയായ രീതിയിൽ വിമലീകരിക്കുകയും എല്ലാ തലങ്ങളും ശുദ്ധീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇസ്ലാം യഥാർത്ഥത്തിൽ ശുദ്ധീകരണത്തിൻ്റെ ഒരു മതമാണ്. പ്രവാചകന്മാരുടെ നിയോഗത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ് യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്, വേദഗ്രന്ഥം ഖുർആൻ പഠിപ്പിക്കുകയും വയുസക്കീഹിം ആളുകളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാർ അല്ലെങ്കിൽ ദൈവദൂതൻ എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുപോലെ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്, മനുഷ്യന്റെ മനസ്സ് അതിൽ അല്ലാഹു രണ്ടിനെയും സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. തഖ്വയുമുണ്ട്, അതുപോലെ തന്നെ തിന്മയുടെ പ്രേരണകളും മനസ്സിലുണ്ടാകും. എന്നിട്ട് പിന്നീട് പറഞ്ഞു ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആർക്കാണ് അതിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നത്? അവൻ വിജയിച്ചു കഴിഞ്ഞു. അതിനെ മലിനപ്പെടുത്തുന്നവൻ പരാജയപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇസ്ലാം എന്ന യഥാർത്ഥത്തിൽ ഒരു ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയാണ് മനുഷ്യ മനസ്സിലുണ്ടാക്കുന്നത്. പരിശുദ്ധ റമദാനും അതുപോലെ ഒരു ശുദ്ധീകരണത്തിന്റെ മാസമാണ്. നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും പെരുമാറ്റവും നമ്മുടെ ഇന്നലകളും നമ്മുടെ കഴിഞ്ഞുപോയ എല്ലാം ശുദ്ധീകരിക്കാൻ ഈ പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം ശുദ്ധീകരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വശം തന്നെയാണ് സകാത്ത് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ധനത്തിന്റെ ശുദ്ധീകരണം. സകാത്ത് എന്ന പദത്തിന്റെ അർത്ഥം നമുക്കറിയാം, അത് ശുദ്ധീകരണം എന്ന പദത്തിനാണ് സകാത്ത് എന്ന് പറയുക. ധനത്തിന്റെ ശുദ്ധീകരണം, 3 തലങ്ങളിലുള്ള ശുദ്ധീകരണം അവിടെ നടക്കുന്നുണ്ട്. ഒന്ന്, സകാത്ത് നൽകുന്നവന്റെ പണം ശുദ്ധീകരിക്കപ്പെടുന്നു. സകാത്ത് നൽകുന്നവന്റെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു. അവന്റെ മനസ്സിലുണ്ടാകുന്ന പണത്തോടുള്ള അത്യാർത്തിയും അതുപോലെ പിശുക്കും അതുപോലെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും കാണാൻ സാധിക്കാത്ത വിധം അന്ധമായി തീർന്ന പണത്തോടുള്ള അത്യാർത്തി, ഇതിനെയൊക്കെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് കുടിയിറക്കാൻ സാധിക്കുമ്പോഴാണ് അവന്റെ മനസ്സ് ശുദ്ധമാകുന്നത്. അത് സകാത്തിലൂടെ ഒരു മനുഷ്യന് സാധിക്കുന്നതാണ്. അതുപോലെ മനുഷ്യന്റെ മനസ്സിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന പണത്തോടുള്ള അങ്ങേയറ്റ ആർത്തി, പിശുക്ക്, യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ആ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നൽകിയ ഫദ്ൽ, അനുഗ്രഹം, പണമാകട്ടെ മറ്റെന്ത് രീതിയിലുള്ള അനുഗ്രഹമാകട്ടെ, അതിൽ നിന്ന് ചെലവഴിക്കാൻ പിശുക്ക് കാണിക്കുന്ന ആളുകൾ അവർ ഒരിക്കലും വിചാരിക്കേണ്ട
അത് അവർക്ക് ഗുണമായിരിക്കുമെന്ന്. നല്ലതായിരിക്കുമെന്ന് വിചാരിക്കേണ്ട ഒരു ഷർറുള്ളൂ, അത് അവർക്ക് വലിയ ഷർറായിരിക്കും, അത് അവർക്ക് വലിയ നാശമായിരിക്കും. ഖിയാമത്ത് നാളിൽ അവർ പിശുക്കി ഒരുമിച്ച് കൂട്ടിവെച്ചതെല്ലാം നരകത്തിലിട്ട് ചുട്ടു പഴിപ്പിച്ചുകൊണ്ട് അവർക്ക് തന്നെ അതുകൊണ്ട് കഴുത്തിൽ മാലയണിയിക്കപ്പെടും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ പിശുക്കിന്റെ അവസ്ഥ അത് മനുഷ്യന്റെ ഒരു കൂടപ്പറപ്പായിട്ടുള്ള ഒന്നാണ്. അതാണ് മനുഷ്യൻ ഒരു മനസ്സിൽ പിശുക്കോട് കൂടിയാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ ജനിക്കുന്നത്. ജനിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു മനസ്സിന് അങ്ങനെ സ്വഭാവം, അതിനെ ശുദ്ധീകരിക്കേണ്ടത്. മനുഷ്യൻ ജന്മന അങ്ങനത്തെ കുറേ പോരായ്മകളോട് കൂടി തന്നെയാണ് ജനിക്കപ്പെടുന്നത്. മനുഷ്യൻ ധൃതിയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുപോലെ ഹുബ്ബുൽ ഖൈർ, പണത്തോടുള്ള അത്യാവേശവും അത്യാർത്തിയും അതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുന്നതാണ്. അതിനെയൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഒരാൾ യഥാർത്ഥ മുഅ്മിനായി മാറുന്നത്, ഒരാൾ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യന്റെ മനസ്സിൽ ഈമാനും ബുഖലും ഒരുമിച്ച് നിൽക്കുന്ന ഒന്നല്ല. ഒരു ബുഖലുള്ള ഒരു മനുഷ്യന്റെ മനസ്സിൽ ഈമാനിനുള്ള സ്ഥാനം വളരെ കുറയും. അതുപോലെ ഈമാനുള്ള ഒരു മനുഷ്യന്റെ മനസ്സിൽ ബുഖൽ അഥവാ പിശുക്കിനുള്ള സ്ഥാനവും കുറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ തരം ധനികരെ സംബന്ധിച്ചിടത്തോളം, പണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്തരം പിശുക്കിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നത് ഈ സകാത്ത് നൽകുക എന്നതാണ്. ദരിദ്രനെ സംബന്ധിച്ച് ഭാഗവും അവനെയും വിശുദ്ധീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ സകാത്ത് വഴി നൽകുന്നത്. പണക്കാരനോടുള്ള പ്രത്യേകമായ അസൂയ എന്നതാ യഥാർത്ഥത്തിൽ മനുഷ്യർ അസൂയയിൽ നിന്നാണ് പലപ്പോഴും പല പ്രസ്ഥാനങ്ങളും തന്നെ അസൂയയിൽ കെട്ടിപ്പടുക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പണക്കാരനോട് പ്രത്യേകമായ ഒരു അനിഷ്ടവും അസൂയയും അവന് പണം ഉണ്ടാകുന്നതിനോട് മനസ്സിൽ വല്ലാത്ത പ്രയാസം ഉണ്ടായിത്തീരുന്നു. അത്തരം ദരിദ്രന്റെ മനസ്സിലുണ്ടാകുന്ന അത്തരം പുഴുക്കുത്തുകളെ നീക്കിക്കളയാൻ സകാത്തും ദാനധർമ്മങ്ങളും സാധിക്കുന്നു എന്നാണ് ഇസ്ലാം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, റസൂലിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ദരിദ്രന്മാർക്ക്, അക്കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ധനികരെ സംബന്ധിച്ചുണ്ടായിരുന്ന ആക്ഷേപം, അവർ അള്ളാഹുവിന്റെ പ്രതിഫലം ധാരാളമായി വാരിക്കൂട്ടുന്നു, ചെലവഴിച്ചുകൊണ്ട് ധാരാളം പ്രതിഫലം വാരിക്കൂട്ടുന്നു, ഞങ്ങൾക്ക് അതിന് റസൂലെ അവസരമില്ലല്ലോ, ഞങ്ങൾക്ക് ധാരാളം ചെലവഴിക്കാൻ പണമില്ലല്ലോ, ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള ധനികരൊക്കെ ചെലവഴിച്ചുകൊണ്ട് ധാരാളം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്നു, ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല. ഈ ഒരു ആക്ഷേപമായിരുന്നു ദരിദ്രർക്ക് പണക്കാരെ പറ്റി ഉണ്ടായിരുന്നത്. ഇന്ന് ദരിദ്രർക്ക് പണക്കാരെ പറ്റിയുള്ള ആക്ഷേപം അവർ തിരിഞ്ഞു നോക്കുന്നില്ല, അവർ ശ്രദ്ധിക്കുന്നില്ല. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നവരെ ശ്രദ്ധിക്കുന്ന അവസ്ഥ കാണുന്നില്ല എന്ന രീതിയിലാണ് പല രംഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാകുന്നതും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതും യഥാർത്ഥത്തിൽ സകാത്ത് നൽകുന്ന ഒരു സമൂഹത്തിലായിരിക്കും, സകാത്ത് നൽകുന്ന വ്യക്തികളിലായിരിക്കും. അതുപോലെ മൂന്നാമതായി സകാത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത് നമ്മുടെ പണത്തിലാണ്. നമ്മുടെ പണം അത് പൂർണ്ണമായി നമ്മുടേതല്ല, അടിത്തറയായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ കയ്യിൽ, നമ്മുടെ കീശയിൽ വരുന്ന, നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന, നമ്മുടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അത് പൂർണ്ണമായും നമ്മുടേതല്ല. നമ്മുടേതല്ലാത്തവരുടെ വിഹിതം ആ പണത്തിലുണ്ട്. അത് ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ഒരാൾക്ക് സകാത്ത് വളരെ മനസ്സറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി കൊടുക്കാൻ സാധിക്കുള്ളൂ. എൻ്റെ പണമല്ലാത്തതൊന്ന് എൻ്റെ കീശയിൽ ഉണ്ടെങ്കിൽ അത് അതിന് ഉടമസ്ഥന് നൽകണം എന്നുള്ളതിൽ അതിലെന്താണൊരു പ്രയാസം എന്ന് അവൻ സ്വാഭാവികമായി ചിന്തിക്കുകയും അങ്ങനെയാണ് സകാത്ത് നൽകുക എന്നതിൻ്റെ ആ രീതി അവനിൽ ഉണ്ടാകുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിലുള്ള പണം പൂർണ്ണമായും എൻ്റെതല്ല, അതിലൊരു വിഹിതം മറ്റുള്ളവരുടെ അവകാശമാണ്, ഔദാര്യമാണ്. അതാണ് ഇസ്ലാമിലെ സകാത്തിന്റെ ഓരോ രീതിയും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വ്യക്തികളെ നൽകാൻ ഇസ്ലാം സകാത്ത് ഏൽപ്പിച്ചിട്ടില്ല. വ്യക്തികൾ സകാത്ത് നൽകണം, പക്ഷെ അവര് നേരിട്ട് ദരിദ്രന്മാർക്ക് സകാത്ത് നൽകുന്ന രീതി ഇസ്ലാമിൽ വളരെ നന്നേ കുറവ് മാത്രമേ നമുക്ക് കാണുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത്തരം സമ്പ്രദായങ്ങൾ വളരെ ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറയാം. സകാത്തിനെ പറ്റി റസൂലുള്ള നമുക്ക് പരിചയപ്പെടുത്തി തന്നത് തുഖദു മിൻ അഗ്നിയാഹിം വ തുറദ്ദു ഇലാ ഫുഖറാഹിം എന്നാണ്. ദരിദ്രരിൽ നിന്ന് പിരിച്ചെടുക്കപ്പെടുകയും
ധനികരിൽ നിന്ന് പിരിച്ചെടുക്കപ്പെടുകയും ദരിദ്രർക്കിടയിൽ വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് എന്നാണ്. ഈ വിതരണം ചെയ്യുക, പിരിച്ചെടുക്കുക എന്നുള്ളത് അത് മൂന്നാം കക്ഷി ചെയ്യുന്ന സംഗതിയാണ്. അത് അവനവൻ ചെയ്യുന്ന സംഗതിയല്ല. ദരിദ്രർക്ക് നൽകുന്നത് എന്നതല്ല റസൂലുള്ളാഹി സക്കാത്തിനെ സംക്ഷിപ്തമായി വിശേഷിപ്പിച്ചത്. മറിച്ച് ധനികരിൽ നിന്ന് പിരിച്ചെടുക്കുകയും ദരിദ്രർക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് എന്നാണ്. അപ്പൊ ഈ മൂന്നാം കക്ഷി എന്നത് വളരെ അത്യാവശ്യമാണ്. റസൂലിന്റെ കാലത്ത് അത് നിർവഹിച്ചിരുന്നത് തീർച്ചയായും ഭരണകൂടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന് മാത്രം ഭരണകൂടമായിരുന്നു സക്കാത്ത് സ്വീകരിച്ചിരുന്നത്. റസൂലിന്റെ കാലത്ത് സക്കാത്ത് പിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആളുകൾ നിശ്ചയിച്ചിരുന്നു. ഓരോ ഗോത്രങ്ങളിലേക്കും ആളുകൾ നിശ്ചയിച്ചിരുന്നു. മാത്രവുമല്ല, സക്കാത്തിന്റെ അവകാശികളായി പരിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു പറഞ്ഞ 8 ആളുകളുടെ കൂട്ടത്തിൽ ആമിലീന അലൈഹ എന്നൊരു വിഭാഗം കൂടി എണ്ണുകയുണ്ടായി. സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ. അവനവൻ തന്നെ നൽകുകയാണെങ്കിൽ പിന്നെ അതിന് ഉദ്യോഗസ്ഥന്റെ ആവശ്യം എന്താണ്? അവനവൻ തന്നെ മറ്റു ദരിദ്രർക്ക് നൽകുന്നതാണ് സക്കാത്ത് എന്നുണ്ടെങ്കിൽ പിന്നെ ആമിലീന അലൈഹ എന്ന് ഖുർആൻ ഒരു വിഭാഗമായിക്കൊണ്ട് എണ്ണേണ്ട ആവശ്യത്തിലില്ല. അതിനൊരു ഉദ്യോഗസ്ഥന്റെ ആവശ്യമില്ല. അവനവൻ അങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയല്ല ഇസ്ലാം ഒരിക്കലും കാക്ഷിക്കുന്നതും ഇസ്ലാം വിഭാവന ചെയ്യുന്നതും. അതുപോലെ തന്നെ ഖുലഫാ റാഷിദുകളുടെ കാലം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിരന്തരമായി അവർ സക്കാത്ത് ശേഖരിക്കാൻ ആളുകളെ നിശ്ചയിച്ചിരുന്നു, ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചിരുന്നു. അവരായിരുന്നു ആ കാര്യങ്ങൾ ചെയ്തിരുന്നത്. നമ്മുടെ നാട്ടില് ഭരണകൂടമില്ല എന്നതിന്റെ പേരിൽ മാത്രം അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും നമ്മുടെ നാട്ടില് ഭരണകൂടമല്ല, ഭരണാധികാരി ഉണ്ടെങ്കിൽ ഇമാമുണ്ടെങ്കിൽ ഇമാമിനെ സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് ശരിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതില്ലാത്തത് കൊണ്ട് അവനാൻ തന്നെ അത് ഓരോരുത്തരെ കണ്ടെത്തി കൊടുത്താൽ മതി എന്നാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. ഭരണകൂടം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ നിർവഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമസ്കാരത്തിന് ഇമാം നിർവഹിക്കാൻ ഇമാം കഴിയുന്നത് അത് ഭരണകൂടം നിശ്ചയിക്കുന്ന ആളുകളായിരുന്നു. അവർക്ക് ശമ്പളം കൊടുത്തിരുന്ന ഭരണകൂടമായിരുന്നു, അല്ല നാട്ടുകാരായിരുന്നില്ല. നമ്മൾ ഇമാമും പള്ളിയും അതുപോലെ അത്തരം സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഭരണകൂടം ഇല്ലാത്ത സ്ഥലങ്ങളിലും ഇസ്ലാം വിഭാവന ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി അതിന്റെ ഉയർന്ന അർത്ഥത്തിൽ തന്നെ നടക്കേണ്ടതുണ്ട്. അതാണ് ഇസ്ലാം ആഗ്രഹിക്കുന്ന കാര്യം. അതുകൊണ്ട് അവനവൻ നൽകുക എന്ന ഈ രീതി നമ്മൾ മാറിയേ തീരും. ഇപ്പോഴും അവനവൻ നൽകുന്ന രീതി നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. പല ആളുകളും അവനവൻ നൽകുകയാണ്. ഈ അവനവൻ നൽകുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഈ നൽകുന്ന ആളുടെ മുമ്പിൽ, നൽകുന്ന മുതലാളിയുടെ മുമ്പിൽ പാവപ്പെട്ടവൻ അവൻ കൈ കാട്ടി നിൽക്കേണ്ട അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ സക്കാത്ത് എന്ന് പറയുന്നത് പലപ്പോഴും ചക്കാത്തായി മാറിയത് എന്തുകൊണ്ടാണ്? അത് ഔദാര്യമാണെന്നാണ് വിചാരിക്കുന്നത്. പണക്കാരൻ വിചാരിക്കുന്നത് ഇത് ഞങ്ങളൊരു ഔദാര്യമായിട്ട് ഞങ്ങൾ ഇന്ന ആളുകൾക്ക് നൽകുകയാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. വാസ്തവത്തിൽ അവർ ഔദാര്യമല്ല. അതാണ് ദരിദ്രർ മനസ്സിലാക്കേണ്ട കാര്യം. സക്കാത്തിന് അർഹരായി നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നും അവരുടെ ഔദാര്യമല്ല. ഇവിടെ സക്കാത്ത് ഫണ്ടിൽ നിന്ന് നമ്മൾ ആളുകൾക്ക് ഇങ്ങനെ നൽകുമ്പോൾ അതൊരിക്കലും അത് ലഭിക്കുന്ന ആളുകൾ അതിലൊരു യാതൊരു മനപ്രയാസം അതിന് കൊള്ളേണ്ടതില്ല. തനിക്ക് അർഹപ്പെട്ട ഒരു സംഗതി, തനിക്ക് പടച്ചോൻ നൽകാൻ പറഞ്ഞൊരു സംഗതി തന്റെ കയ്യിൽ എത്തുന്നു എന്ന് മാത്രം അതിൽ വിചാരിച്ചാൽ മതി. അത് കുറെ മനുഷ്യന്മാര് അവനവന്റെ വീട്ടിലിരുന്ന് കസേരയിൽ ചാരിയിരുന്ന് വരുന്ന ആളുകൾ ഇങ്ങനെ നോക്കി കവർ കെട്ടി ഇങ്ങനെ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഖുലഫാ റാഷിദുകളുടെ കാലത്തും ഉണ്ടായിരുന്നില്ല. അത് പിൽക്കാലത്ത് എല്ലാം തകിടം മറിഞ്ഞു പോയ കൂട്ടത്തിൽ ആ ഒരു സമ്പ്രദായവും തകിടം മറിഞ്ഞു പോയി എന്നുള്ളതുള്ളൂ. നമ്മുടെ നാടൊക്കെ അതിൽ നിന്ന് മാറാൻ എത്രയോ കാലമാണ്. നമ്മൾ പലപ്പോഴും ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. ഇനി നമ്മുടെ നാടതിൽ നിന്ന് മാറേണ്ടതുണ്ട്. പണക്കാരൻ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കുന്ന രീതിയില്ല. അത് കൊടുക്കുന്നത് അവരവന്റെ സദഖയാണ്. അതാരും നൽകാതെ കൊടുക്കണം. ആരും അറിയാതെ താൻ സകാത്ത് അല്ലാത്തത് അവൻ തീർച്ചയായും സദഖ ഒരുപാട് നൽകേണ്ടത്. നമ്മൾ ആ ഒരു സകാത്ത് നൽകേണ്ടവരല്ലോ. നമ്മളൊക്കെ ധാരാളം നൽകുന്നവരാണ്. നമ്മുടെ ഈ നാട്ടുകാരെ പറ്റി നമുക്ക് ഒരു ആക്ഷേപവും ആവശ്യത്തിലില്ല. ധാരാളമായി നൽകുന്നവരാണ് നമ്മളൊക്കെ. കൃത്യമായി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് കുറേശ്ശെ ആണെങ്കിലും അതൊക്കെ പരിഹരിക്കപ്പെടും നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു ദരിദ്രന് അവൻ ദാരിദ്ര്യം അറിഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ സാധാരണ നിലയ്ക്ക് ഉണ്ടാകാറില്ല. നമ്മളൊക്കെ എല്ലാവരും അതിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. പക്ഷേ ഈ നൽകുന്നത് സകാത്ത് പ്രത്യേകമായി നൽകുന്നത് പല ആളുകളും വീഴ്ച വരുത്തുന്നുണ്ട്. സകാത്ത് എന്ന് പറഞ്ഞത് അത്
അത് ഫർദ് നമസ്കാരം പോലെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഫർദ് നിസ്കരിക്കാതെ ഒരാൾ സുന്നത്ത് കുറേ നിസ്കരിച്ചാൽ ആ ഫർദ് നിസ്കരിക്കാത്തതിന്റെ കുറ്റത്തിൽ നിന്ന് അവരൊരിക്കലും രക്ഷപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് സക്കാത്ത് ഫർദായ ഒരു സംഗതിയാണ്. അത് പ്രത്യേകമായി നീക്കി വെച്ച് നൽകുന്നുണ്ട്. നമ്മളുടെ സ്വത്ത്, നമ്മുടെ കയ്യിൽ ഒരു വർഷത്തിൽ വന്ന പണം അത് എത്രയാണെന്ന് കണക്ക് വേണം നമ്മുടെ കയ്യിൽ. അത് ശമ്പളം വാങ്ങുന്നവരുടെ കയ്യിലും ആ കണക്ക് വേണം. അതുപോലെ അല്ലാത്ത വരുമാനം ഉണ്ടാകുന്ന ആളുകളുടെ കയ്യിലും, ജോലി എടുത്ത് അല്ലെങ്കിൽ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നവരാണെങ്കിലും ശരി, മണൽ വാരി പണം ഉണ്ടാക്കുന്നവരാണെങ്കിലും ശരി, അല്ലെങ്കിൽ കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കുന്നവരാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഡോക്ടർമാരും അതുപോലെ മറ്റു പലരും അവരുടെ ഫീസായി ലഭിക്കുന്നതാണെങ്കിലും എന്ത് രീതിയിലാണെങ്കിലും തൻ്റെ കയ്യിൽ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ എത്ര പണം വന്നു, അതിൽ എത്ര പണം തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് താൻ ചെലവഴിക്കേണ്ടി വന്നു, അതിനൊക്കെ ഒരു കണക്ക് വേണം. ആ കണക്ക് കഴിച്ച് ബാക്കിയുള്ളതിന്റെ 2.5% അവൻ കൊടുത്തേ മതിയാകുള്ളൂ. അത് അവന് തോന്നിയൊന്നും കൊടുക്കല്ല ചെയ്യേണ്ടത്. അവനത് സക്കാത്തായി നീക്കി വെക്കണം. അത് ആ നീയത്തോടു കൂടി, സക്കാത്ത് എന്നുള്ള നീയത്തോടു കൂടി അതൊരു മൂന്നാം കക്ഷിയെ ഏൽപ്പിച്ച് അവരാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവനവൻ നേരിട്ട് നൽകുമുണ്ടാകുന്ന പണത്തിനൊരു പ്രത്യേകത ഉണ്ട്. അത് ലഭിക്കുന്ന ആൾക്ക് നൽകുന്ന ആളുകളോട് ഒരു വല്ലാത്ത വിധേയത്വമുണ്ട്. ഇസ്ലാം ഒരുപക്ഷെ അങ്ങനെ ഒരു വിധേയത്വം ഉണ്ടാകേണ്ടത് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരുന്നു സക്കാത്തിന്റെ കാര്യത്തിൽ അവനവന്റെ പണം തന്നെ മറ്റുള്ളവർ നൽകുന്നതിൽ എന്തിനായി വിധേയത്വം എന്ന് ഇസ്ലാം ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും. അതൊക്കെ സദക്കയുടെ കാര്യത്തിലാണ്. ആ സദക്കയുടെ വിഷയത്തിൽ അത് കഴിയുന്നിടത്തോളം ഗോപ്യമാക്കി വെക്കണം. വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയരുത്, അറിയാത്ത രീതിയിൽ നൽകണം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതൊക്കെ സദക്കയാണ്. സക്കാത്ത് അങ്ങനെയല്ല. സക്കാത്ത് പരസ്യമായി അതിന്റെ പിരിച്ചെടുക്കുന്ന ആളുകൾ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന്, കൃഷിക്കാരുടെ അടുക്കൽ ചെന്ന് തന്റെ കൃഷി സാധാരണ നോക്കി അതിന് ഇത്ര സക്കാത്തിന് എഴുതി കൊടുത്ത് അതവിടെ ഓഫീസിൽ അടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബൈത്തുൽ മാലിൽ അടക്കാൻ വേണ്ടി നമ്മുടെ നികുതി സമ്പ്രദായം പോലെ നൽകിയിരുന്നൊരു രീതിയാണ് സക്കാത്തിനുള്ളത്. നമ്മൾക്ക് അങ്ങനത്തെ സംവിധാനം നമ്മുടെ ഇടയിലില്ല, സർക്കാരില്ല. നമ്മുടെ ഇടയിലുള്ളത് സക്കാത്ത് ഫണ്ടുണ്ട്. ആ ഫണ്ടിലേക്ക് നമ്മൾ നൽകണം. വളരെ തുച്ഛമായ സംഖ്യയാണ് യഥാർത്ഥത്തിൽ സക്കാത്ത്. ഞാൻ എല്ലാ വർഷവും ഉദാഹരണമായി പറയാറുള്ളതാണ്. വളരെ തുച്ഛമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടി. എൻ്റെ കയ്യിൽ മാസാന്തം എനിക്കൊരു 20,000 രൂപ എനിക്ക് വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക, ശമ്പളം ഉണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ എനിക്കൊരു കൊല്ലം കഴിയുമ്പോൾ 2,40,000 രൂപ എൻ്റെ കയ്യിൽ ഉണ്ടാകും. ആ 2,40,000 രൂപയിൽ 1,40,000 രൂപ എൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക്, കുട്ടികളുടെ ചെലവും അല്ലെങ്കിൽ എൻ്റെ ഭക്ഷണ ചെലവ്, വസ്ത്രം, ഇങ്ങനത്തെ സംഗതികൾ മാന്യമായ രീതിയിലുണ്ട്. നമ്മൾ ഓരോ വിഷയത്തിലും ചെലവഴിക്കുന്ന എല്ലാ ചെലവുകളല്ല, മാന്യമായി ഞാൻ ചെലവഴിക്കുകയാണെങ്കിൽ 1,40,000 കൊണ്ട് എൻ്റെ ഈ ചെറിയ കുടുംബം പുലർന്നു പോകുമല്ലോ എന്ന രീതി ഉണ്ടെങ്കിൽ ബാക്കി 1,00,000 അവരുടെ കയ്യിലുള്ളത് അതിന് 2,500 രൂപ സദക്കയായിട്ട് ആൾക്കാർക്ക് പള്ളിക്കും മദ്രസക്കും നൽകണ ആ പണമല്ല. ആ 2,500 രൂപ മൂന്നാം കക്ഷിയുടെ കയ്യിൽ, അത് സർക്കാരിന്റെ കയ്യിൽ, മറ്റ് സക്കാത്ത് ഫണ്ട് സംവിധാനമുള്ള സ്ഥലത്ത് ആ സക്കാത്ത് ഫണ്ടിൽ ആ 2,500 രൂപ കൊണ്ട് കൊടുക്കണം. അതവിടെ കൊടുക്കൽ അവരുടെ ബാധ്യതയാണ്. അപ്പൊ വാസ്തവത്തിൽ 2,40,000 രൂപ ഒരു കൊല്ലത്തിൽ വരുമാനമുണ്ടായ ഈ മനുഷ്യൻ സക്കാത്തായി നൽകുന്നത് കേവലം 2,500 രൂപ മാത്രമാണ്. 2,500 രൂപ. ബാക്കി 2,37,500 രൂപയും അവന്റെ ആവശ്യത്തിനാണ് അവൻ ചെലവഴിക്കുന്നത്. അവന്റെ ഹലാലായ ആവശ്യങ്ങൾക്ക് അത് ചെലവഴിക്കാം. അതിൽ നിന്ന് പള്ളിക്കും മദ്രസക്കും നാട്ടുകാരുടെ മറ്റു പിരിവുകൾക്കും മറ്റുള്ളതിനൊക്കെ അതിൽ നിന്ന് കൊടുക്കും. ഈ 2,500 അങ്ങനെ കണക്കൂട്ടി വെച്ച് അത് കൊടുക്കുക എന്ന് പറഞ്ഞത് അതൊരിക്കലും നീതീകരിക്കാവുന്ന സംഗതിയല്ല. അത് പാവങ്ങൾക്കുള്ളതാണ്, അത് പള്ളിക്കുള്ളതല്ല, അത് മദ്രസക്കുള്ളതല്ല. അത് പാവങ്ങളായ ആളുകൾക്കാണ് പ്രധാനമായും അതുള്ളത്. അതല്ലാത്ത വേറെ ചില വിഭാഗവും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ സാമ്പത്തിക അച്ചടക്കം സകാത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഉണ്ടായേ തീരും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ സമൂഹത്തിൽ പട്ടിണി കിടക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ പട്ടിണി കിടക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ പട്ടിണി കിടക്കുന്ന ആളുകളില്ല. നമ്മൾ പലപ്പോഴും ഏത് സന്ദർഭത്തിലും പറയാറുണ്ട്, ഏത് മനുഷ്യൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും നിങ്ങൾക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ, നിങ്ങൾ ഇവിടെ സക്കാത്ത് ഫണ്ടിലേക്ക് വന്നോളൂ. നിങ്ങൾക്ക് കുട്ടികളുടെ വസ്ത്രത്തിന്, പെരുന്നാൾ വസ്ത്രമോ പോലത്തെ വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ടോ, നിങ്ങൾ സക്കാത്ത് ഫണ്ടിനെ സമീപിച്ചോളൂ. അത് നിങ്ങളുടേതാണ്.
നിങ്ങൾ സമീപിക്കുമ്പോൾ ഔദാര്യം ചോദിച്ചു വരുന്ന രീതിയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അത് നിങ്ങളുടെ പണം ഇവിടെ ആളുകൾ തന്നതുണ്ട്, അതിന് നിങ്ങൾക്ക് അർഹപ്പെട്ടതാണോ നോക്കി നൽകുന്നു. അതിന്റെ ആളുകൾ ആകെ ചെയ്യുന്ന സംഗതി ഇത് അർഹപ്പെട്ട കേസാണോ അല്ലേ എന്നേ നോക്കുള്ളൂ. അത് കഴിയുന്നിടത്തോളം വളരെ രഹസ്യമായിട്ട് ആ രീതിയിൽ നൽകും. നിങ്ങൾക്ക് വീടെടുക്കുന്നതിൽ വളരെ പ്രയാസമുണ്ടോ, അരീക്കോട് മഹലിൽ ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സമീപിച്ചോളൂ, നമുക്കതിൽ സഹായിക്കാൻ കഴിയും. നിങ്ങൾ രോഗികളായി പ്രയാസപ്പെടുന്നുണ്ടോ, രോഗചികിത്സയിൽ പ്രയാസപ്പെടുന്നുണ്ടോ, സഹായിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങളോട് പരസ്യമായി ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഓരോ വർഷവും തരുന്ന സക്കാത്ത് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ആ സക്കാത്ത് കൊണ്ട് നിങ്ങൾക്ക് തന്നെ വിനിയോഗിക്കുന്നതായതുകൊണ്ടാണ് ഈ വർഷവും നമുക്ക് ഏകദേശം 10-26 ലക്ഷത്തിലധികം രൂപ സക്കാത്തായി നമ്മുടെ ഓഫീസിൽ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ ഓഫീസിൽ ചെന്ന് കൊണ്ടു കൊടുക്കുന്നതാണ്. നമ്മൾ ആരുടെ അടുത്തും സക്കാത്ത് ചോദിച്ചു പോകാറില്ല. നമ്മുടെ നാട്ടിൽ ആളുകളുടെ സക്കാത്ത് നൽകുന്നവരുടെ നന്മ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, സക്കാത്ത് നൽകുന്ന ആളുകൾ വളരെ നന്മകളാണ്. കാരണം എന്താണ്, അവരുടെ അടുക്കൽ നിങ്ങളെ സക്കാത്തോടെ എന്ന് ചോദിച്ച് പിരിവിനാരും പോയിട്ടല്ല അവരിവിടെ സക്കാത്ത് കൊണ്ട് കൊടുക്കുന്നത്. മറിച്ച് അവർ സക്കാത്ത് കൊടുക്കുന്ന ഓഫീസിൽ ഏൽപ്പിക്കുക. ശമ്പളം കിട്ടുമ്പോൾ ഒരു സംഖ്യ അവിടെ ഏൽപ്പിക്കുന്നു. ശമ്പളം കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾ, സ്കൂളിലെയും മറ്റ് അധ്യാപകരൊക്കെ ശമ്പളം നിന്ന് കിട്ടുമ്പോൾ ഒരു സംഖ്യ മാസത്തിൽ 500-1000 കൊടുക്കും. റമദാനാകുമ്പോൾ അവർ ചെന്ന് ചോദിക്കും എന്റെ സംഖ്യ ഇത്ര ആയിട്ടുണ്ട്. അപ്പൊ ഓഫീസ് എന്ന് പറയും, നിങ്ങളുടെ പണം ഇപ്പോൾ ഒരു 5000 ആയിട്ടുണ്ട്, 6000 ആയിട്ടുണ്ട്. ഓൻ കണക്കൂട്ടിണ്ടാവും എത്ര സക്കാത്ത് കൊടുക്കണമെന്ന്. ഒരു 7000 രൂപ സക്കാത്തുണ്ട്, 8000 രൂപ സക്കാത്തുണ്ടെങ്കിൽ 2000 കൂടി കൊടുത്തു. വളരെ എളുപ്പമായി ആ സംഗതികൾ കഴിയുന്നു. അതിന്റെ അർത്ഥം അവരാരും വേറെ പിരിവെടുക്കാത്ത ആളുകളും നല്ലത്. സക്കാത്ത് നൽകുന്ന ആളുകളുടെ ലിസ്റ്റുകളാണ് വായിച്ചു നോക്ക്. എല്ലാ പിരിവിലും സക്കാത്ത് പിരിവ് കൊടുക്കുന്ന ആളുകളായി. അങ്ങനത്തെ ആളുകൾക്ക് സക്കാത്തും ആ രീതിയിൽ കൊടുക്കാൻ കഴിയുള്ളൂ. പിരിവും അതുപോലെ ജനങ്ങളുടെ ആവശ്യവും പാവപ്പെട്ടവനെ കണ്ടറിയും ചെയ്യുന്ന ആളുകൾക്ക് സക്കാത്തും മാന്യമായ രീതിയിൽ കൊടുക്കാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ആളുകൾക്ക് ഒരു ബർക്കത്തുണ്ട്, അവരുടെ പണത്തിന് ബർക്കത്തുണ്ടാവും. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഇന്നാ ഹുദിനാ ഇലൈക. ആളുകൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ ഈ ദുനിയാവിൽ ആഖിറത്തിൽ ഞങ്ങൾക്ക് നീ നന്മ വിധിക്കണേ, ഞങ്ങളിതാ നിന്നിലേക്ക് മടങ്ങി വന്നിരിക്കും, നീ പറഞ്ഞനുസരിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ ഖൈർ ഉണ്ടാക്കി തരണമേ. അപ്പൊ അല്ലാഹു പറയുന്ന മറുപടി, ഞാൻ എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുണ്ടോ. അല്ലാഹു പല രീതിയിലും ദുനിയാവിൽ വെച്ച് പല രീതിയിലും ആളുകളെ ശിക്ഷിക്കും. നന്നാകാൻ വേണ്ടി ശിക്ഷിക്കാറുണ്ട്. നന്നാകാൻ വേണ്ടി മനുഷ്യന് ചിലപ്പം വലിയ ശിക്ഷ നൽകാറുണ്ട്, മാനഹാനി നൽകാറുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസം നൽകാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ശിക്ഷ അവന്റെ തിന്മകൾ ഇല്ലാതെയാകാൻ വേണ്ടി നൽകും. ഒരു അധ്യാപകൻ കുട്ടി പഠിക്കാൻ വേണ്ടി ആ കുട്ടിയെ ശിക്ഷിക്കുന്നത് പോലെ, ഒരു ഡോക്ടർ രോഗിക്ക് ഇഷ്ടമല്ലാത്ത കൈപ്പുള്ള മരുന്ന് നൽകുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ അവര് മരിക്കുന്നതിന് മുമ്പ് നല്ല രീതിയിലേക്ക് മടങ്ങി വരാൻ വേണ്ടി പലപ്പോഴും പ്രയാസവും ദുരിതവും കഷ്ടപ്പാടും ശിക്ഷയും ഒക്കെ നൽകാറുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നവർ എല്ലാവർക്കും അങ്ങനെ നൽകാറുണ്ട്, അവൻ ഉദ്ദേശിക്കുന്നവർ. ഇന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ അവസ്ഥ എന്താണ്? അത് എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്നതാണ്. അത് മനുഷ്യനെന്നില്ല, മൃഗമെന്നില്ല, അതുപോലെ ഏതെന്നില്ല. ഏതൊക്കെ ഈ ദുനിയാവിലുണ്ടോ അതിലൊക്കെ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്. അത് ആലോചിക്കുന്നവന്, ചിന്തിക്കുന്നവന് ആ കാരുണ്യത്തിന്റെയും റഹ്മത്തിന്റെയും വശം ഓരോന്നും അറിയാൻ പറ്റും. അവനവന്റെ ജീവിതത്തിൽ എടുത്തു നോക്കിയാൽ എന്തെല്ലാം റഹ്മത്തിന്റെ ഭാഗം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ചാൽ മനസ്സിലാകും. അത് ആലോചിച്ചാൽ മനസ്സിലാകണമെങ്കിൽ മേലെയുള്ളവരിലേക്ക് നോക്കരുത്, താഴെയുള്ളവരിലേക്ക് നോക്കണം. മേലെയുള്ളവരിലേക്ക് നോക്കിയാൽ ഒരു കാലത്തും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് ഒരു നന്ദി തോന്നൂല എന്ന് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. താഴെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് റഹ്മത്ത്, അല്ലാഹുവിന്റെ റഹ്മത്ത് അത് എന്നിലും വ്യാപിച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലാവും. എന്നിട്ട് അല്ലാഹു പറയുന്ന സംഗതി, ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ഈ റഹ്മത്ത് ഞാൻ പ്രത്യേകമായി വെച്ചിരിക്കുന്നു. വയുത്തൂന സകാത്ത്, സകാത്ത് നൽകുകയും ചെയ്യുന്ന ആളുകൾ, വല്ലദീന ഹും ബിആയാതിനാ മുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യും. അപ്പൊ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന
ജീവിക്കുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു പ്രത്യേക റഹ്മത്ത് നൽകുന്ന വിഭാഗം പറഞ്ഞത് സകാത്ത് നൽകുന്നവരെ പറ്റിയാണ്. സകാത്ത് നൽകുന്നവർക്ക് റഹ്മത്ത് തന്നെയാണെന്ന് സകാത്ത് നൽകുന്നവരോട് ചോദിച്ചു. സകാത്ത് അള്ളാഹിന്റെ വജു ഉദ്ദേശിച്ച് നൽകുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, അവരുടെ സമ്പത്തിൽ റഹ്മത്ത്, സമ്പത്തിൽ വർധനവേ ഉണ്ടാവുള്ളൂ, സമ്പത്തിൽ കുറവുണ്ടാവില്ല. കാരണം സകാത്ത് എന്ന പദത്തിന്റെ അർത്ഥം വർധനവിന്റെ അർത്ഥമുണ്ട്. അവന്റെ സമ്പത്ത് ദുനിയാവിലും ചിലപ്പോൾ ദുനിയാവിലും പരലോകത്ത് എന്തായാലും അതൊരു വലിയ വർധനവായി മാറും. ദുനിയാവിലൊരു വർധനയ്ക്ക് സകാത്ത് നൽകിയിട്ട് ഒരു മനുഷ്യനും ഒളിഞ്ഞു പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത് മാലുൻ മിൻ സദഖത്തിൻ, സദഖ നൽകിയിട്ട് ഒരു മനുഷ്യനും ഇവിടെ സ്വത്തില്ലാതായി പോയിട്ടില്ല. എന്തെല്ലാം നേരത്തെ പൊളിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ പരിശോധിച്ചു നോക്കുക. നിങ്ങൾ വട്ടിക്കെടുത്ത ആളെ പൊളിഞ്ഞ് തൂഫാനായി പോയ ആളുകളുണ്ടാവും. അങ്ങനെ സകാത്ത് കൊടുത്തും സദഖ കൊടുത്തോളം ഈ മനുഷ്യൻ പൊളിഞ്ഞു പോയത് ആരെങ്കിലും പറ്റി പറയാണ്ടാവോ? എന്നാൽ വട്ടി കൊടുക്കുന്ന ആളുകൾ ആരെങ്കിലും സകാത്ത് കൊടുക്കോ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾ അവർ സഹായിക്കോ? അവര് പലപ്പോഴും പാവപ്പെട്ടവരെ ആളുകളെ സഹായിക്കാൻ അവർ തയ്യാറാവില്ല. വട്ടിക്ക് വാങ്ങുന്ന ആളുകളെ കഥ എടുക്കാനില്ല. വട്ടിക്ക് പണം കൊടുക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് പലപ്പോഴും പറയാറ്. നമ്മളെ കൂട്ടത്തിലെ മാന്യന്മാരായി ജീവിക്കുന്ന ചില ആളുകളൊക്കെ സുഹൃത്തുക്കൾക്കും അല്ലാത്തവർക്കും ഒക്കെ പണം കടമായി കൊടുക്കും. പക്ഷെ അത് കടമായിട്ടല്ല, മറിച്ച് പലിശ കൊടുക്കുന്ന ആളുകളും ഉണ്ടല്ലോ. ഒരു കാലത്തും ആ ആളുകൾക്കും ഒരു റഹ്മത്ത്, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടും. ആ പണം കൊണ്ട് അതിനെന്തെങ്കിലും ബർക്കത്ത് ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. അത് എന്തായാലും അവസാനം ഒന്നാകെ മുങ്ങിപ്പോണ അവസ്ഥയെ ഉണ്ടാവുള്ളൂ. എന്നാൽ സകാത്ത് നിങ്ങൾ കൃത്യമായിട്ടുള്ളത് കണക്കാക്കി കൊടുത്തു നോക്കൂ. നിങ്ങളെ പണത്തിന് അതിന്റെ ഭദ്രത ഉണ്ടാവും, നിങ്ങളെ സ്വത്തിന് ഭദ്രത ഉണ്ടാവും, സ്വത്തിന് റഹ്മത്ത് ഉണ്ടാവും, സ്വത്തിന് നമാത്ത് ഉണ്ടാവും, വർധനവുണ്ടാവും. അതൊക്കെ അള്ളാഹു റസൂൽ പറഞ്ഞ സംഗതിയാണ്. അതല്ലാതെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വെറുതെ നിങ്ങളെ പറയാൻ വേണ്ടി പറഞ്ഞ സംഗതിയല്ല. ഇതൊക്കെ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പരമാർത്ഥമാണ്, പച്ച പരമാർത്ഥമാണ്. ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മളെ കൂട്ടത്തില് അങ്ങനെ സകാത്ത് നൽകുന്ന ആളുകൾ ധാരാളം, നൽകാത്തവരും ധാരാളം മറ്റു പലതും നൽകുന്നുണ്ടെങ്കിലും സകാത്ത് നൽകുന്നതിൽ എന്തോ ഒരു വിമുഖതകൾ ധാരാളമാണ്. നമ്മളെ കൂട്ടത്തിൽ സകാത്ത് നൽകാൻ കടപ്പെട്ടവരല്ലാത്ത ആരാളുള്ളത് നമ്മൾ ആലോചിക്കണം. വർഷത്തിൽ തന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ചിട്ട് 25,000 രൂപയുടെ സ്വത്ത് നിങ്ങളുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ 25,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങൾ സകാത്ത് കൊടുക്കും. നിങ്ങളുടെ അടിസ്ഥാന ആവശ്യം എന്ന് പറഞ്ഞാൽ ടൂർ പോവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയാക്കി നടക്കുക, അതിനൊക്കെ പണം നമ്മൾ ചെലവഴിക്കുന്നുണ്ടാവും. അതൊന്നും അടിസ്ഥാന ആവശ്യമാണ്. തന്റെ ഭക്ഷണം, താൻ ചെലവിന് കൊടുക്കുന്ന മക്കളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ ഭക്ഷണവും വസ്ത്രവും ചികിത്സയും അതിനൊക്കെ നിങ്ങൾ ചെലവഴിച്ച പൈസ അത് കഴിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ 25,000 രൂപ ഒരു കൊല്ലം കഴിയുമ്പോൾ ബാക്കി വരുന്നുണ്ടോ? നിങ്ങൾ സകാത്ത് കൊടുക്കും. 25,000 രൂപ ബാക്കി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കും വേണം. അങ്ങനെയാണ് ഇസ്ലാം നമ്മൾ നിർണയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും ആലോചിക്കുക, അവനാ സക്കാത്ത് കൊടുക്കേണ്ടിയുണ്ടോ കൊടുക്കേണ്ടതില്ലേ. അത് കൊടുത്തിട്ടില്ലെങ്കിൽ യാതൊരു സംശയമില്ല, അത് നിസ്കരിച്ച് നോമ്പ് വെക്കണവാനും നിസ്കരിക്കാതെ നടക്കണവാനും ഒക്കെ അത് കണക്കണം. നിസ്കരിച്ച് നോമ്പ് വെക്കണവാന് തന്റെ സ്വർഗത്തിന്റെ അവകാശമാണെങ്കിലും അത് കൊടുത്തില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാവുന്നതാണ് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ സകാത്ത് നൽകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അവർ പരലോകത്തെത്തുമ്പോൾ അവരുടെ കഴുത്തിൽ സകാത്ത് നൽകാത്ത ആ സ്വത്ത് അവരുടെ കഴുത്തിൽ പാമ്പായി മാറുന്നതുണ്ട്. അതുപോലെ ചുട്ടുപഴിപ്പിക്കപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്. അവരെ കാലികൾ തട്ടിക്കളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പല രീതിയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഹിസാബിന്റെ മുമ്പുള്ള വർത്താനം. അതൊക്കെ അള്ളാഹ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ തിരിക്കുന്നതിന്റെ മുമ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞ സംഗതിയാണ്. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, പിന്നീട് ഈ സകാത്ത് നൽകാതെ ശിക്ഷ കിട്ടിയ ആളുണ്ടല്ലോ, അവൻ പിന്നീട് ഒന്നുകിൽ സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ നരകത്തിൽ പോകും. അങ്ങനെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പൊ സ്വർഗത്തിൽ പോണവനും സകാത്ത് കൊടുക്കാതെ പോയാല് ബാക്കി കുറെ ഉണ്ടല്ലോ, വേറെ കുറെ പടച്ചോ പുറത്തുവരല്ലോ, അങ്ങനെ നമ്മൾ വിചാരിക്കണ്ട. സകാത്ത് അത് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അവകാശമാണ്. അത് കൊടുത്തേ തീരുള്ളൂ. അത് കൊടുക്കൽ അവനാൻ അങ്ങനെ ചില്ലിക്കാശി എടുത്തു കൊടുക്കുന്ന രീതിയല്ല വേണ്ടത്. അത് അവനാൻ നേരിട്ട് ഒരു മൂന്നാം കക്ഷി, നമുക്കിപ്പോൾ ഒരു മൂന്നാം കക്ഷി ആയിട്ടുള്ളത് നമ്മുടെ സക്കാത്ത് കൊണ്ടുവരുന്നുണ്ട്. അതിലേക്ക് കൊടുക്കാം. അതിലേക്ക് ആ രീതിയിൽ സക്കാത്ത് നൽകി നിങ്ങളുടെ ബാധ്യത നിങ്ങൾ നിർവഹിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
ഒരു ഹദീസ് കൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ. ഏതൊരു പ്രഭാതം വിരിയുമ്പോഴും 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഫയഖൂലു അഹദുഹുമാ, അതിൽ ഒരാൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫൻ, അല്ലാഹുവേ ചെലവഴിക്കുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും നീ നൽകണം, അവർക്ക് വീണ്ടും അത് കൊടുക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കണമേ. വയഖൂലു, അപ്പോൾ മറ്റേ മലക്ക് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫൻ, ചെലവഴിക്കാതെ പിശുക്കി പിടിച്ചു വെക്കുന്നവന് നീ അവന്റെ ധനം അത് നീ നാശത്തിലേക്ക് എത്തിക്കണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. നമ്മുടെ ധനം നമ്മുടെ കയ്യിലുള്ളത് ഏത് മലക്കിന്റെ പ്രാർത്ഥനയ്ക്ക് വിധേയമാകണം എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. പണത്തോട് അത്യാർത്തി നമ്മൾ കൈപിടിഞ്ഞത് ആളുകളുടെയും അവനവന്റെയും ആവശ്യങ്ങൾക്ക് നിർലോഭം ചെലവഴിക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മൾ അള്ളാഹ് മനസ്ഥിതി കിട്ടണില്ലെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. പഠിച്ചോനെ മനസ്ഥിതി ഉണ്ടാകണം. ചില ആൾക്കാർക്ക് വളരെ ആഗ്രഹം ഉണ്ടാവും ഒക്കെ നൽകണം, പക്ഷെ മനസ്സാണ് സമ്മതിക്കില്ല. മനസ്സാണ് സമ്മതിക്കൂല. ആണ് എന്തായിപ്പോകും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പിശാച് നിങ്ങളെ ഫഖർ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും, കുടുങ്ങിപ്പോകും, ബുദ്ധിമുട്ടായി പോകും എന്ന് പിശാചിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യം പേടിപ്പിക്കും നിങ്ങളെ പിശാച് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പേടിയും ഖൈറായ സംഗതിയിൽ ധനം ചെലവഴിക്കുന്നതിന് വേണ്ട എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഓരോരുത്തരും ആലോചിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.